to ASHA'S creative tab. അപ്പോൾ ഞാൻ ഒരു സൂപ്പർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ വാൾ ഞാൻ എങ്ങനെ പെയിന്റ് ചെയ്തതെന്നുള്ളതാണ്. അപ്പം ഈ വീട് ആദ്യം വൈറ്റ് കളറിലായിരുന്നു. അപ്പോൾ ഈ വാളും വൈറ്റ് കളറിലായിരുന്നു. ഈ വാൾ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഹാള് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു ഇടയ്ക്കുള്ള ഒരു ചെറിയൊരു സ്പേസ് ആണ് ഈ കാണുന്ന ഈ ഒരു വാള്. ഇനിഷ്യലി ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ ഈ വാൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുള്ളത്. പിന്നീട് ഞങ്ങൾ ഇതിനെ ഒരു ഫോട്ടോ ഫ്രെയിമിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്കി ഇത് മാറ്റാമെന്ന് ഞങ്ങളിങ്ങനെ ചിന്തിച്ചു. അങ്ങനെയാണ് ഇതൊരു ഫോട്ടോ വാളായിട്ട് മാറിയത്. ഇപ്പോഴും കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇനി കുറേ കൂടെ ഫോട്ടോസ് ഇവിടെ വരാനായിട്ടുണ്ട്. അപ്പം ഈ ഒരു വാളിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ 4 ഷെയ്ഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിൽ ഗ്രേ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കിച്ചണിൽ കൊടുത്തിരിക്കുന്ന കളറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പീച്ചുണ്ട്, അത് ഞാൻ പിള്ളേരുടെ റൂമിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന കളറാണ്. പിന്നെ ഈ കാണുന്നത് ഒരു മസ്റ്റർഡ് യെല്ലോ ആണ്. ഈ മസ്റ്റർഡ് യെല്ലോ ഞാൻ ഹാളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത് ഓഷ്യൻ ടർക്കോയ്സ് ആണ്. ഈ ഓഷ്യൻ ടർക്കോയ്സ് ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പില്ലർ കഴിഞ്ഞിട്ട് ഇതിന് മുമ്പിൽ ഹാളിലായിട്ട് ഞങ്ങൾ വാളിനോട് ചേർന്ന് ഇട്ടിരിക്കുന്ന ഞങ്ങളുടെ സോഫയുടെ കളറ് ഇതേ ടർക്കോയ്സ് കളറിലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു ടർക്കോയ്സ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ വാളും സോഫയും എല്ലാം കൂടെ കാണാൻ ഒരു രസമാണ്. അങ്ങനെയാണ് ഞാൻ ഈ കളർ ഇവിടെ ഓപ്റ്റ് ചെയ്യാനായിട്ടുണ്ടായ കാരണം. അപ്പം നമുക്ക് ഈ വാൾ എങ്ങനെയാണ് പെയിന്റ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു നോട്ട് ഫർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫൺ പ്രോജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. ആദ്യം ഞാനിവിടെ സ്ലാൻഡിംഗ് ആയിട്ടൊരു ടേപ്പ് ഒട്ടിക്കുന്നുണ്ട്. ഇതിന്റെ താഴ്വശത്തേക്കായിട്ട് ഞാൻ ടർക്കോയ്സ് ആണ് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 types ബ്രഷ് ആട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 4 ഇഞ്ചസിന്റെ ബ്രഷ് എപ്പോഴും സൈഡ്സ് പെയിന്റ് ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വൃത്തികേടാവില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മിഡിൽ ചെയ്യുമ്പോൾ ഇതുപോലെ വലിയ ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ പെർഫെക്ഷൻ ആയിട്ട് സ്മൂത്ത് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പെയിന്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ടർക്കോയ്സ് ഞാനിവിടെ ഏറ്റവും താഴത്തെ ഭാഗത്തേക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 4 കളേഴ്സാണ് ഞാൻ ഈ വാളിനായിട്ട് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഏറ്റവും താഴെ ടർക്കോയ്സ്, മുകളിൽ ഗ്രേ, പിന്നെ മിഡിലായിട്ട് പീച്ച് ആൻഡ് യെല്ലോ. ഈ ടർക്കോയ്സ് നല്ല തിക്കായിട്ടുള്ള കളർ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കോട്ട് പെയിന്റ് മാത്രമേ ഞാൻ അടിച്ചുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ആ വാളിൽ പെയിന്റ് ചെയ്ത് കിട്ടി. ഇനി ഏറ്റവും മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഇവിടെ ഒരു സ്ലാൻഡിങ് ആയിട്ടാണ് ഞാൻ ടേപ്പ് ഒട്ടിക്കുന്നത്. ഇനി ഇതിന് മുകൾ വശത്ത് ഞാൻ ഗ്രേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രേയും ടർക്കോയ്സ് പോലെ തന്നെ വളരെ തിക്കായിട്ടുള്ള കളറായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് 1 ലെയറിൽ തന്നെ എനിക്ക് നല്ലൊരു പെർഫെക്ഷനിൽ പെയിന്റ് ആയി കിട്ടി എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പെയിന്റ് ഒക്കെ അടിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ആവട്ടോ, അത് കാര്യമാക്കണ്ട. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ടച്ചപ്പ് ചെയ്താൽ മതി. വൈറ്റ് വെച്ചിട്ടൊന്ന് ടച്ചപ്പ് ചെയ്താൽ മതി. ഞാനിവിടെ 4 കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ കളർ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഒരു കളറിനോട് ചേരുന്ന കളർ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ടർക്കോയ്സ് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഞാനതിൻ്റെ പ്ലാസ്റ്റർ മാറ്റി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ ബോർഡർ ലൈനിനോട് ചേർത്തിട്ട് താഴ്വശത്തേക്ക് 2 ഇഞ്ചസിൽ ഞാൻ ടേപ്പ് ഒട്ടിക്കുകയാണ്. എൻ്റെ കയ്യിൽ 2 ഇഞ്ചസിൻ്റെ ടേപ്പ് ഇല്ലാഞ്ഞത് കൊണ്ട് എൻ്റെ കയ്യിലുള്ളത് 1 ഇഞ്ചിൻ്റെ ടേപ്പാണ്. ഞാൻ 2 ലെയേഴ്സ് ആയിട്ടാണ് ഇതുപോലെ ഒട്ടിച്ചിരിക്കുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് വേണ്ട. ആ ഒരു കളറും മറ്റു കളറുമായിട്ട് നന്നായിട്ട് മേർജ് ആവുന്ന രീതിയിൽ വേണം നമുക്ക് പെയിന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ ടേപ്പ് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടേപ്പ് ഇല്ലാത്തത് കൊണ്ട് ഗ്രേയുടെ ഭാഗത്ത് ഞാൻ ഇപ്പം റിമൂവ് ചെയ്ത അതേ ടേപ്പാണ് പിന്നീട് അതിൻ്റെ മുകളിലേക്ക് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഇനി ഒരു ലെയർ കൂടെ ഞാൻ മുകളിൽ ഗ്രേയുടെ മുകളിലും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ വൈറ്റ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ടേപ്പിൻ്റെ മുകളിലൂടെ നിങ്ങൾ പെയിന്റ് ചെയ്താൽ മതിയാവും. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു നല്ല സ്കെയിൽ വെച്ച് വരച്ചതുപോലെയുള്ള ലൈൻസ് വരും. എനിക്ക് അങ്ങനെ ഇടയ്ക്ക് വൈറ്റ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ 3ാമത്തെ ഷേപ്പ് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ടേപ്പ് ഇട്ടിട്ട് അവിടെ ഞാൻ പീച്ചാണ് ഉപയോഗിക്കുന്നത്. പീച്ച് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് 2 കോട്ട് ഇവിടെ ഉപയോഗിക്കേണ്ടി വന്നിരുന്നു കേട്ടോ. ഈ ഡാർക്ക് ഷെയ്ഡിൻ്റെ നടുക്ക് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ് വന്നപ്പോൾ അതിന് നല്ലൊരു പെർഫെക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഞാൻ പീച്ചിൻ്റെയും പ്ലാസ്റ്റർ എടുത്ത ശേഷം അതിൻ്റെ ബോർഡറിൽ നിന്ന് മുകൾ വശത്തേക്ക് 2 ലെയറായിട്ട് പിന്നെയും ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ യെല്ലോയാണ് ബാക്കിയുള്ള പോർഷനിലേക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചത്.
ഞാൻ കൂടുതൽ ഇതിൻ്റെ ഈ ഒരു വാളിൻ്റെ ഒരു മേജർ പോർഷൻ എന്ന് പറയുന്ന യെല്ലോ തന്നെയാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യെല്ലോ മറ്റുള്ള കളേഴ്സിൻ്റെ കൂടെ ഒരു നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് കാണാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഇവിടെ പെയിൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ടേപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ ലൈൻസ് ഒക്കെ വന്നിരിക്കുന്നതെന്ന്. ടേപ്പൊക്കെ എടുത്ത ശേഷം ഇപ്പം നമ്മൾ ടേപ്പ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് നമുക്ക് കളറൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം ടെർക്കോയിസിൻ്റെ അവിടെ ഒരു ചെറിയൊരു വൈറ്റ് പാടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഞാനവിടെ പിന്നീട് ഒരു ചെറുതായിട്ടൊരു ടച്ചപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് അതിന് ഞാനത് പെർഫെക്റ്റ് ആക്കി എടുത്തത്. അപ്പോൾ എൻ്റെ വാൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാളാണത്. ഈ വീട്ടിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വാളാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു നോട്ട് ഫർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പം അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണും വരെ, സൂപ്പർ പെയിന്റിംഗ് വീഡിയോ ആയിട്ട് കാണും വരെ തൽക്കാലത്തേക്ക് ബൈ.